നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. നിങ്ങളുടെ നാളുകളെക്കുറിച്ച് വിചാരമുള്ള ഒരു പിതാവുണ്ട്. യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തെ നോക്കി തൻ്റെ പ്രഭാഷണം തുടരുകയാണ്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നതിനെ ചൊല്ലി നിങ്ങൾ വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവയെ പുലർത്തുന്നത് ആരാണ്? വയലിലെ താമരയെ നോക്കുവിൻ, അവയെ ചമയിക്കുന്നത് ആരാണ്? നിങ്ങൾ അതിനേക്കാളൊക്കെ വിശേഷതയുള്ളവരല്ലേ? നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. യേശു കർത്താവ് അവരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ വിചാരപ്പെടണ്ട, നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ വെളിപ്പെട്ടു വരും. നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ, നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ ഉന്നതമായ വിചാരം നിങ്ങളുടെ പിതാവിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് യേശു കണ്ട കാര്യമാണ്. നമുക്കെന്താണ് ആ കാഴ്ച കാണാൻ പറ്റാത്തത്? നാം ഭൗമികരാണ്. ഈ ഭൂമിയിലുള്ളത് മാത്രം കാണുന്നവരും അത് സംസാരിക്കുന്നവരുമാണ്. എന്നാൽ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പിതാവുണ്ട്. നിങ്ങളുടെ ആവശ്യം അറിയുന്ന പിതാവ്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന പിതാവ്. നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങൾ കഴിയുമോ? ഇല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുക. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥകളൊക്കെ മാറും, നിങ്ങളുടെ ശൂന്യതകൾ മാറും. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റുന്നവനാണ്. നമ്മുടെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി കരുതിയ കരുതൽ എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനെ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയില്ലേ? നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചില്ലേ? അതൊരു വിചാരമല്ലേ? വലിയ വിചാരം. പിതാവ് സ്വർഗത്തിൽ നോക്കിയപ്പോൾ കണ്ടത് നാം എല്ലാവരും മരണത്തിനു മുമ്പിൽ കീഴടങ്ങുന്നതാണ്. ദൈവം നോക്കിയപ്പോൾ കണ്ടത് മരണമെന്ന ശത്രുവിനെയാണ്. നാം നശിച്ചു പോകുന്ന ദൈവത്തിന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പുത്രനായ യേശുവിനെ ജീവന്റെ അപ്പമായി നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് പകരം യേശു ക്രൂശിൽ മരിച്ചു. നമ്മെ വീണ്ടെടുക്കുവാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ജീവൻ നൽകിയ ദൈവത്തിന്, മരണം മാറ്റിയ ദൈവത്തിന് ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാൻ കഴിയില്ലേ? അതെത്രയോ ചെറിയ കാര്യമാണ്. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ കരുതൽ കാണും. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. നിത്യ ജീവനെ തന്ന ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കരുതാൻ കഴിയും. നിങ്ങളിത് കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.